12ാം ആഴ്ചയിലെ നോമിനേഷൻ പ്രക്രിയ നടന്നിരിക്കുകയാണ്. 7 പേർ നോമിനേറ്റഡ് ആയിരിക്കുകയാണ്. നമ്മൾ പ്രമോല് കണ്ട പോലെ തന്നെ ഉള്ള നോമിനേഷൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ ആരൊക്കെ പുറത്തേക്ക് പോകും, ആരൊക്കെ വാഴും എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. നോമിനേഷൻ ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇപ്രാവശ്യത്തെ നോമിനേഷൻ എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ ഒരു നോമിനേഷൻ തന്നെയായിരുന്നു. ക്ലോസ്ഡ് നോമിനേഷൻ എന്ന് പറയാം, വേണമെങ്കിൽ ഓപ്പൺ നോമിനേഷൻ എന്ന് പറയാം. അതായത് ഇപ്രാവശ്യത്തെ നോമിനേഷൻ എന്ന് പറയുന്നത് ബിഗ് ബോസ് ഓരോരുത്തരുടെ പേര് വിളിക്കും, അങ്ങനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ആരുടെ പേരാണോ വിളിക്കുന്നവർ അവരെവിടെയാണോ, ചിലപ്പോൾ അവർ കൂട്ടത്തിലിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഗാർഡൻ ഏരിയയിൽ ഇങ്ങനെ മോർണിംഗ് വാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ബിഗ് ബോസ് വീട്ടിൽ ഏതെങ്കിലും സൈഡിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുകയായിരിക്കാം, ചിലപ്പോൾ അവിടെ സോഫയിൽ എങ്ങാനും കിടക്കുകയായിരിക്കാം, അല്ലെങ്കിൽ കിച്ചണിൽ എന്തെങ്കിലും പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം. അങ്ങനെ അവിടെ ഇരുന്നു കൊണ്ട് വേണം നോമിനേറ്റ് ചെയ്യാനെന്നാണ് പറയുന്നത്. കാരണം സഹിതം പറഞ്ഞു വേണം നോമിനേറ്റ് ചെയ്യാൻ. അത് നമ്മൾ പ്രമോല് കണ്ട അതേ സെയിം മെത്തേഡ് തന്നെയാണ്. അങ്ങനെ അനീഷാണ് ആദ്യം നോമിനേറ്റ് ചെയ്യുന്നത്. അനീഷ് സാബുവിനെ നൂറേനാണ് പറയുന്നത്. സാബുവിൻ്റെ ഗെയിമൊന്നും പുറത്തേക്ക് കാണുന്നില്ല, സാബു കുറച്ചുകൂടി ആക്റ്റീവ് ആവുന്നുണ്ടെന്നുള്ള കാര്യമാണ് പറയുന്നത്. അടുത്ത് നൂറയുടെ കാര്യം സെയിം റീസൺ തന്നെയാണ് നൂറയുടെ കാര്യം പറയുന്നത്. ആതിരയുടെ ഷാഡോ ആണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നെവിനാണ് നോമിനേറ്റ് ചെയ്യുന്നത്. നെവിൻ സാബുവിനെ അനുവിനെയാണ് പറയുന്നത്. ആര്യൻ നോമിനേറ്റ് ചെയ്യുന്നത് കിച്ചൺ ഏരിയയിൽ നിന്നിട്ടാണ്. അപ്പോൾ കിച്ചണിൽ വന്നിട്ട് ആര്യൻ പറയുന്നത് അനീഷിനെയും ഷാനവാസിനെയാണ് പറയുന്നത്. അപ്പോഴാണ് ഷാനവാസ് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത് അനു വരുന്നു. അനു സോഫയിൽ ഇരുന്നു കൊണ്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത്. നെവിനെയും അക്ബറിനെയാണ് പറയുന്നത്. അക്ബർ ആ കണ്ണാടി പോലത്തുള്ള സംഭവം ഉണ്ടല്ലോ, ആ സൈഡിൽ ഇരുന്നുകൊണ്ടാണ് അക്ബർ നോമിനേറ്റ് ചെയ്യുന്നത്. നൂറേനെ ആദിലേനെയാണ് പറയുന്നത്. നൂറ വരുന്നു. നൂറ പറയുന്നത് അക്ബറിനെയും ആര്യനെയാണ് പറയുന്നത്. സാബു നെവിനെയും അനീഷിനെയും പറയുന്നു. ആദില നമ്മുടെ അക്ബറിനെയും അനീഷിനെയാണ് പറയുന്നത്. ഷാനവാസ് പറയുന്നത് ആര്യനെയും അനുവിനെയാണ്. ഇങ്ങനെയാണ് നോമിനേഷൻ ചെയ്യുന്നത്. ഇങ്ങനെ നോമിനേഷൻ പ്രക്രിയ അവസാനിക്കുമ്പോൾ നമ്പർ ഓഫ് വോട്ട്സിൻ്റെ പ്രകാരം 3 വോട്ട് അക്ബറിനും 3 വോട്ട് അനീഷിനും, അതുപോലെ തന്നെ സാബുവിന് 2 വോട്ട്, നൂറയ്ക്ക് 2 വോട്ട്, ആര്യന് 2 വോട്ട്, അനുവിന് 2 വോട്ട്. ഇങ്ങനെയാണ് വോട്ടുകൾ ബേസ്. പിന്നെ ഷാനവാസിന് 1 വോട്ട്, ആദിലയ്ക്ക് 1 വോട്ട്. ഇങ്ങനെയാണ് നമ്പർ ഓഫ് വോട്ട്സിൻ്റെ കാര്യത്തിൽ. അങ്ങനെ ഫൈനൽ നോമിനേഷൻ ലിസ്റ്റ് വരുമ്പോൾ 7 പേരാണ് നോമിനേറ്റ് ചെയ്യപ്പെടുന്നത്. ബാക്കി 2 പേര് സേവ് ആകുന്നു. അത് ഞാൻ ആരൊക്കെ സേവ് ആയി ഞാൻ പറഞ്ഞുതരാം. 1 സാബു, 2 നൂറ, 3 നെവിൻ, 4 ആര്യൻ, 5 അനുമോൾ, 6 അനീഷ്, 7 അക്ബർ. ഇത്രയും പേര്, ഈ 7 പേരാണ് ഈ ആഴ്ച നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഷാനവാസും ആദിലേക്കും 1 വോട്ടുള്ളത് കൊണ്ട് അവർ 2 പേരും നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ ആര് വേണമെങ്കിലും പോകാൻ സാധ്യതയുണ്ട്, ചിലരൊക്കെ രക്ഷപ്പെടാനും സാധ്യതയുണ്ട്. അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇതിൽ വന്ന സാബുമാൻ ഇപ്പോൾ കുറച്ചുകൂടി ഗെയിം കളിച്ച് വരുന്നുണ്ട്. പിന്നെ നൂറുടെ കാര്യം, നൂറൊന്ന് കുറച്ചൊന്ന് ഒതുക്കിയ പോലെയുണ്ട്. അതായത് നൂറുടെ ഗെയിമിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഗെയിം കാണുന്നില്ല. നെവിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നെവിൻ നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളാണ്, നല്ല ആക്റ്റീവാണ്. അതായത് എന്ത് ഗെയിം കൊടുത്താലും നല്ല 100% ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ ആരിൻ്റെ കാര്യം എടുത്ത് നോക്കിയാലും, കഴിഞ്ഞ ടാസ്ക് എടുത്ത് നോക്കിയാലും നല്ല ഗെയിം സ്ട്രാറ്റജി ഉള്ള ഒരാൾ തന്നെയാണ്, നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആൾ തന്നെയാണ്. അതുപോലെ തന്നെ അനുമോളായാലും അനുമോളുടെ കറക്റ്റ് സ്ട്രാറ്റജി ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അനുമോൾ നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആൾ തന്നെയാണ്. പിന്നെ അനീഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അനീഷും നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആൾ തന്നെയാണ്, നല്ല ഗെയിം സ്ട്രാറ്റജി ഉള്ള ആൾ തന്നെയാണ്. പിന്നെ അക്ബറിൻ്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്, നല്ലതായിട്ട് ഗെയിം കളിക്കുന്ന ആൾ തന്നെയാണ്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും പോകാൻ സാധ്യത എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്ത് വെക്കാം. നൂറയ്ക്ക് ഒരു സാധ്യത കൊടുക്കാം. നൂറയ്ക്ക് വേണമെങ്കിൽ ഒരു സാധ്യത കൊടുക്കാം. നൂറ പോകുന്നല്ല, നൂറയ്ക്ക് വേണമെങ്കിൽ ഒരു സാധ്യത കൊടുക്കാം പുറത്താകുന്നതിന്. വേണമെങ്കിൽ നമുക്കൊന്ന് സാബുവാനെ വച്ചേക്കാം. ഡബിൾ ആണെങ്കിൽ സാബുവാനെ കൂടി വെച്ചേക്കാം. അത്രേ പറയാൻ പറ്റത്തുള്ളൂ. സാബുവൻ ഈ വീക്കെൻഡിന് കാണിച്ചു കഴിഞ്ഞാൽ സാബുവൻ അവിടെ നിന്ന്, അല്ലെങ്കിൽ ബാക്കി ആരെങ്കിലുമൊക്കെ ആയിരിക്കും പോകുന്നത്, എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം, അതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു നോമിനേഷൻ ലിസ്റ്റ് കാർഡ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.